ഒരു വർഷം മുമ്പ് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകുന്ന ഒരു മനുഷ്യൻ മുഖ്യമന്ത്രിയാകുമെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജ്യോത്സ്യം പറഞ്ഞാലും കെജ്രിവാൾ വിശ്വസിക്കുമായിരുന്നു. ആ കമ്മ്യൂണിക്കേഷനിലാണ് ഞാൻ പറയുന്നത് തൃക്കാക്കര ഞാൻ ജയിക്കുമെന്ന്. തോമസ് വിരുദ്ധ വികാരം, MLA വിരുദ്ധ വികാരം, പ്ലസ് പിണറായി വിരുദ്ധ വികാരം കൂടെ എന്താ വേണ്ടേ അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കുന്നേ. കേരളത്തിൽ ഇന്ന് പിണറായി വിജയനെതിരെ ഏറ്റവും ശക്തമായി സംസാരിച്ചിട്ടുള്ള ഏത് രാഷ്ട്രീയ യുവ നേതാക്കന്മാരെക്കാട്ടിയും മുന്നിൽ ഞാൻ നിൽക്കും. എനിക്ക് ഉറപ്പാണ് ആ പിണറായി വിരുദ്ധ വികാരം എനിക്ക് തന്നെ വോട്ടായി. ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം. MLA വിരുദ്ധ വികാരം എനിക്ക് തന്നെ വോട്ടായി. ഈ പൊട്ടൻ എന്ന് പറയുന്നത് കമ്പ് മുഴയൊന്നല്ല, ഇവൻ തന്നെ. എന്റെ കൂടെ നിന്ന് രോഹൻ ഒരു ദിവസം ഒരു വാഹന പ്രചരണത്തിൽ കയറി നിൽക്കുമ്പോൾ രോഹൻ ഞെട്ടും. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ. RSSന്റെ മുതിർന്ന നേതാക്കന്മാർ ഓരോ മണ്ഡലത്തിലും വരും. അപ്പോൾ അവർ മാറി നിന്ന് സംസ്ഥാനം അവിടെ നിന്ന് മാറി എന്ന് പറഞ്ഞത് അഖിലിന് ഈ കിട്ടുന്ന സ്വീകാര്യതയൊക്കെ വോട്ടായി മാറിയാൽ ഭൂരിപക്ഷം 10,000 കിടക്കുമെന്നാണ് അവർ ചർച്ച. ഞാനതാ രാഷ്ട്രീയം ആദ്യം പറഞ്ഞു. 30,000 വോട്ട് പ്ലസ് MLA വിരുദ്ധ നടക്കാത്ത സ്വപ്നം നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ 2 ാണെന്നുള്ളൊരു പരിഗണനയും ഇതെല്ലാം കൂടെ വരുമ്പോൾ രോഹ എഴുതി വെച്ചോ. താങ്ക് യു. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ. എല്ലാവർക്കും സന്തോഷമായല്ലോ, എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ പൊന്നു മോനെ.